മഹാശിവരാത്രിയാണ്. ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുണ്ട്. വ്രതമെടുത്ത് ശിവനാമങ്ങൾ ചൊല്ലി ശിവനെ പൂജിക്കുകയാണ് വിശ്വാസികൾ. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു. തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ശിവദാസ് കന്മനം അവിടുത്തെ കാഴ്ചകളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്ന് ശിവരാത്രിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. വൻ ഭക്തജന തിരക്കുണ്ട്. അർദ്ധരാത്രിയോടുകൂടി പിതൃതർപ്പണം ആരംഭിക്കും. എങ്ങനെയാണ് ശ്രീകണ്ഠേശ്വരത്തെ കാഴ്ചകൾ, ഒപ്പം തന്നെ അവിടുത്തെ സുപ്രധാനമായ ഇന്നത്തെ പ്രത്യേക പൂജകൾ? രാഖി, ഓം നമശിവായ. ഇന്ന് മഹാശിവരാത്രിയാണ്. നിരവധി ഭക്തരാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഉള്ളത്. രാവിലെ മുതൽ തന്നെ നിരവധി ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ മുതൽ തന്നെ ഭക്തർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേക പൂജകൾ ഉണ്ട്, പ്രത്യേക വഴിപാടുകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് അതിരാവിലെ, ഇപ്പോൾ നമുക്കറിയാം 6:30 ആയിട്ടുള്ള സമയം, അപ്പോഴേക്കും തന്നെ വലിയൊരു ഭക്തജന തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള വലിയൊരു തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. പ്രത്യേക പൂജകൾ ഉണ്ട്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ നിർമ്മാല്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നിർമ്മാല്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ പുണ്യമായി കാണുന്നു. ശിവരാത്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വ്രതമെടുത്താണ് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വ്രതം എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് ശിവരാത്രി നാളുകളിൽ. എന്താണ് ഈ ശിവരാത്രിയെക്കുറിച്ചൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അതിൻ്റെ ഒരു ഐതിഹ്യം. അങ്ങനെ നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നുണ്ട്. പ്രത്യേക പൂജകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക പരിപാടി ഉണ്ട്. വൈകിട്ടൊക്കെ പ്രത്യേക കലാപരിപാടികളടക്കം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ശിവരാത്രി ഐതിഹ്യം എന്ന് പറയുമ്പോൾ അത് ശിവനെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ദിവസമാണ് ശിവരാത്രി. അതായത് മറ്റ് ഒരു വർഷത്തിൽ ബാക്കിയുള്ള എല്ലാ ദിവസവും ശിവൻ നമുക്ക് വേണ്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശിവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു ദിവസം, ആ ഒരു ദിവസം പൂർണ്ണമായും നമ്മളെല്ലാവരും ശിവന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. അങ്ങനെയാണ് ഐതിഹ്യം. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുമ്പോൾ അത് ഈ പാലാഴി കടഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് പ്രധാനമായും ഈ ശിവരാത്രി നാളിൽ ഉള്ളത്. പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ അവിടെ കാളകൂട വിഷം അതിൽ നിന്നും വരുന്നു. പക്ഷേ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ കാളകൂട വിഷം അത് ലോകത്ത് മുഴുവൻ പരക്കുകയാണെങ്കിൽ അത് വലിയൊരു നാശം തന്നെ സംഭവിക്കും. എല്ലാവരും പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഇത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ശിവൻ ഈ ഒരു കാളകൂട വിഷത്തെ സ്വയം വിഴുങ്ങുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുമ്പോൾ. പക്ഷേ ഇത് കണ്ട് ഭയന്ന പാർവതി ദേവി ശിവൻ്റെ കണ്ടത്തിൽ പിടിക്കുന്നു. പക്ഷേ ശിവൻ അപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഒരു കാഴ്ച, അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെ പാർവതി ദേവി കണ്ടത്തിൽ പിടിക്കുന്നു. മറ്റ് ദേവീ ദേവന്മാരെല്ലാവരും ഈ സമയം പ്രാർത്ഥിക്കുന്നു, ശിവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മഹാവിഷ്ണുവും ബ്രഹ്മദേവന്മാരും മറ്റ് ഇന്ദ്രനും ചന്ദ്രനും അടക്കമുള്ള മനുഷ്യരും എല്ലാവരും ശിവഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു നാൾ. അതുകൊണ്ട് തന്നെ ശിവന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്നു. ശിവം എന്ന് പറയുമ്പോൾ അത് ചൈതന്യമാണ്. ചൈതന്യം എന്നാണ് അത് അർത്ഥം വരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പുറത്തെടുക്കുകയാണ്. നമ്മുടെ എല്ലാം ദുഷ്കർമ്മങ്ങളും അതോടൊപ്പം തന്നെ ഈ ശിവരാത്രി നാൾ നമുക്ക് പൂർണ്ണമായും ശിവന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ദിവസമാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഷ്പ്രവൃത്തികളും എല്ലാം തന്നെ ഈ പാലാഴി കടയുന്നത് പോലെ തന്നെ പാലാഴി കടയുമ്പോൾ അതിൽ നിന്നും അമൃതുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കാളകൂട വിഷം അടക്കം വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ കടഞ്ഞെടുക്കുകയാണ്. അതിനുള്ളിലുള്ള എല്ലാ വിഷങ്ങളും പുറത്തേക്ക് കളഞ്ഞ് അവരെ നല്ലവരായി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതായത് നമ്മുടെ ഈ ഒരു ദിവസം നമ്മൾ ഉപാസനകൾ ചൊല്ലുന്നു, മന്ത്രങ്ങൾ ചൊല്ലുന്നു, ശിവകീർത്തനങ്ങളും ശിവനാമങ്ങളും ചൊല്ലുന്നു, പ്രത്യേക പൂജകൾ നടത്തുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച്, ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ശിവന് വേണ്ടി എല്ലാം സമർപ്പിച്ച് പിന്നീട് ഒരു പുതിയ ആളായി മാറുന്നു. ഒരു പുതിയ വർഷം, ഈ ഒറ്റ ദിവസം കൊണ്ട് ഒരു വർഷത്തേക്ക് പൂർണ്ണമായും നമ്മൾ ഈ രീതിയിൽ മാറുന്ന, ഒരു പോസിറ്റീവായി മാറുന്ന തരത്തിലേക്കുള്ള പൂജകൾ, കർമ്മങ്ങൾ കടഞ്ഞെടുക്കുകയാണ് നമ്മുടെ മനസ്സിനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസത്തിൽ പൂർണ്ണമായും ഭക്തരെല്ലാം തന്നെ വ്രതമെടുത്ത് ഈ ഒരു ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഇങ്ങനെ വരുന്നത്. അവർ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കൂവളത്തില ശിവന് വളരെ പ്രധാനപ്പെട്ട അതാണ്. ഈ ഒരു കൂവളത്തിലയുമായി അവർ ക്ഷേത്രത്തിൽ വരുന്ന പൂജകൾ
വേണ്ടി അത് നൽകുന്നു. അങ്ങനെ ഈ ഒരു നാൾ പൂർണ്ണമായും ശിവന് വേണ്ടി സമർപ്പിക്കുന്ന ഈ ഉപാസന എടുക്കുന്നു. വ്രതമെടുത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള വ്രതങ്ങൾ ഉണ്ട്. പൂർണ്ണമായും നമ്മൾ അരിഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഓരോരുത്തർ വ്രതം എടുക്കുന്നത്. ഇളനീരും പാലും ഒക്കെ കഴിച്ച് മാത്രം അവർ ഈ ഒരു ദിവസം ഇന്ന് പുലർച്ചെ തുടങ്ങി നാളെ പുലർച്ചെ വരെ നീളുന്ന തരത്തിലുള്ള ഉറക്കം ഒഴിച്ച് ആണ് ഈ ഉപാസനകളും മന്ത്രങ്ങളും ഒക്കെ ശിവന് വേണ്ടി ചൊല്ലുന്നത്. അതായത് ഈ ഒരു ദിവസം ശിവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഐതിഹ്യം അങ്ങനെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൂടിയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ശിവം അതായത് ചൈതന്യം നമ്മളെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകും. ചേട്ടാ ഈ ഒരു പറയാനുള്ളത് ഒന്നും പറയാനില്ല, പറയാനുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ വരുന്നതാണ്. ഈ ശിവരാത്രി നാളുകളിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. വരാറുണ്ട്. ഇങ്ങനെ ഈ ക്ഷേത്രത്തിന് നല്ല തിരക്ക്. നല്ല തിരക്കാണ്. എന്താണ് എന്തൊക്കെ പൂജകളാണ് ഇവിടുത്തെ പ്രത്യേകത? ജലധാരയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ ശിവരാത്രിയുടെ അന്ന് ഫുള്ളായിട്ട് ഘൃതധാരയാണ്, നെയ്യാണ് ഫുള്ളായിട്ട് ധാരയായിട്ട് വരുന്നത്. എങ്ങനെയാണ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ഗുണം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പൂജയുടെ പ്രത്യേകത? നമുക്കത് കൊടുക്കുമ്പോൾ നമുക്കൊരു ശാന്തി, അത്രയേ ഉള്ളൂ. മനസ്സിന് അതാണ് ഇങ്ങനെ വ്യത്യസ്തമായ പൂജകളുണ്ട്. ശിവരാത്രി നാളുകളിൽ പ്രത്യേക പൂജകൾ ഉണ്ട്. ശിവന് വേണ്ടി മാത്രം ഈ ദിവസത്തിൽ മാത്രം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പൂജകൾ ഉണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഉണ്ടാവുക. നമുക്ക് ഈ ക്ഷേത്രത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ശിവരാത്രിയുടെ മാഹാത്മ്യമൊക്കെ അറിയുന്ന നിരവധി ആളുകൾ ഉണ്ട്. നമുക്ക് ചോദിക്കാം, ഈ ശിവരാത്രിയുടെ ഒരു മാഹാത്മ്യം. ശിവരാത്രിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാദേവൻ്റെ എല്ലാമാണ് ശിവരാത്രി. മഹാദേവൻ്റെ എല്ലാമാണ് ശിവരാത്രി. ഞങ്ങളിത് കഴിഞ്ഞ 33 വർഷമായിട്ട് ഓം ഹ്രീം നമഃശിവായ ലേഖനയജ്ഞം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അത് തുടർന്നും നടത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നാളുകളിലൊക്കെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഭക്തർ അതിനെക്കുറിച്ച് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. മഹാദേവൻ്റെ സന്നിധിയിൽ ഓം ഹ്രീം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അത്രേ എനിക്കറിവുള്ളൂ. ഇങ്ങനെ നിരവധി ഭക്തരാണ് ഇവിടെ പൂജയ്ക്കായും അവരെ പൂർണ്ണമായും. ശിവദാസ് ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ശിവ ഭഗവാന്റെ ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം. ശ്രീകണ്ഠേശ്വരത്തിന്റെ അതിപുരാതനമായ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരത്തെ ഭക്തജന തിരക്ക് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എന്നുള്ളതാണ്. ഭക്തജനങ്ങൾ ഇനി അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ വണങ്ങാൻ വേണ്ടി. ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ തിരക്ക് വർദ്ധിച്ച് വരും എന്നുള്ളതാണ്. ശിവദാസ് തുടരുക. നമുക്ക്